Assalamu alaikum. We'll be starting in like 2 minutes. We'll just give time for everyone to join and then we'll start. Thank you. ഇൻഷാല്ലാ ഒരു 2 മിനിറ്റിനുള്ളിൽ നമുക്ക് ആരംഭിക്കാം. ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. സമയമായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. പ്രിയ സുഹൃത്തുക്കളെ, വെളിച്ചം നോർത്ത് അമേരിക്ക അവതരിപ്പിക്കുന്ന റമദാൻ ടോക്ക് പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. I invite everyone to the Ramadan talk series presented by Velicham North America. Thank you for joining and hope you take the best out of today's session. The session will be in Malayalam. റമദാന്റെ അവസാനത്തെ 10ലേക്ക് കാലെടുത്ത് വെക്കുന്ന സുലഭ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നോർത്ത് അമേരിക്ക കേന്ദ്രീകരിച്ച് വെളിച്ചം വർഷങ്ങളായി നമ്മളുടെ ഇടയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രസ്ഥാനമാണ്. ഒട്ടനവധി കാര്യപരിപാടികൾ ഇതുപോലെ നമ്മൾ നടത്താറുണ്ട്. ഇനിയും ഇത്തരം പരിപാടികൾ, അതുമായി ബന്ധപ്പെട്ട സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ എല്ലാം നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണ് സ്വതക്ക. ജക്കാത്തായും അല്ലാതെയും നമ്മളെ കൊണ്ട് കഴിയുന്ന സംഖ്യ ഇതിലേക്ക് മാറ്റിവെക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരല്പം ഈ പ്രഭാഷണത്തിന് ശേഷം നമ്മൾ ഇൻഷാല്ലാ സംസാരിക്കുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാക്കും, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്നും നമ്മളോട് ചെലവഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ പുണ്യതയെ പറ്റി ഈ റമദാനിൽ നമ്മൾ പ്രത്യേകം ഓർപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പതിറ്റാണ്ടിലധികമായിട്ട് നർച്ചർ ലൈവ്സ് എന്ന പേരിൽ നമ്മളൊരു ചാരിറ്റി ഡ്രൈവ് നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാല്ലാ ഈ പ്രഭാഷണത്തിന് ശേഷം ഒരല്പസമയം നമ്മൾ സംസാരിക്കുന്നതാണ്. കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇൻഷാല്ലാ എല്ലാവരും സശ്രദ്ധം ശ്രവിക്കുകയും എല്ലാ നല്ല കാര്യങ്ങൾ തുടർന്ന് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം. അതിനെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദ്യമായിട്ട് ഖിറാഅത്തിനായി അഫ്സൽ സാഹിബിനെ ക്ഷണിച്ചോളൂ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. Indeed, it is we who send the Quran down on the night of glory. And what will make you realize what the night of glory is? The night of glory is better than 1,000 months. That night, the angels and the Holy Spirit descend by the permission of their Lord for every decreed matter. It is
all peace until the break of dawn. Sadaqallahul Azim. ജസാഖുള്ള അഫ്സൽ സാഹിബ്. അടുത്തതായി നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ പ്രഭാഷണം നിർവഹിക്കുന്നത് സുബ്ഹാൻ ബാബു അവർകളാണ്. അദ്ദേഹം ചേന്നമംഗലൂർ ഇസ്ലാഹിയ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വ്യക്തിയാണ്. ഇപ്പോൾ കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ സോഷ്യൽ സയൻസ് അധ്യാപകനായി ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹം ഒരുപാട് ഖുറാൻ ക്ലാസ്സുകൾ നേരിട്ടും ഓൺലൈനായും നടത്തി വരാറുണ്ട്. ദ സൈൻ ഖുറാൻ അക്കാഡമി എന്ന യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു ഇൻസ്ട്രക്ടറാണ്. തുടർന്നും കാര്യപരിപാടിയിലേക്ക് അവതരിപ്പിക്കാനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. صدق الله العلي العظيم. ഏറെ സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമായ മാസത്തിൽ പവിത്രമായ ഒരു നേരത്ത് വിവിധ ദേശങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് കേൾക്കാൻ വേണ്ടി ഒത്തുചേർന്നിരിക്കുന്ന നമ്മെ എല്ലാവരെയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിൽ ഏറ്റവും അധികം പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്ന ഈ രാത്രിയിൽ റഹ്മാൻ റബ്ബ് നമ്മുടെ ഈ കർമ്മത്തിന് വലിയ പ്രാധാന്യം നൽകി ഏറ്റവും മൂല്യവത്തായ അമലായി നമ്മുടെയൊക്കെ കർമ്മപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ 17 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. റഹ്മാൻ റബ്ബ് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നൽകിയ അമൂല്യമായ ഒരു അവസരമാണ് മനുഷ്യ ആയുസ്സിൽ ലഭിക്കുന്ന റമദാൻ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുന്ന അഴുക്കുകൾ, മാലിന്യങ്ങൾ, അത് നീക്കം ചെയ്യുവാനുള്ള ഒരു അവസരം നൽകുകയാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല വസ്തുക്കളുണ്ട്. ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട് ഉൾപ്പെടെ, നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ വാഹനം ഉൾപ്പെടെ, നമ്മൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വസ്ത്രം എല്ലാം തന്നെ അത് ഒന്ന് വൃത്തിയാക്കി വെക്കുക, നവീകരിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതം ആകർഷകമാക്കാൻ അനിവാര്യമാണ്. മാത്രമല്ല, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് വീട് ഉണ്ടാക്കി അതേ അവസ്ഥയിൽ തന്നെ എല്ലാ ദിവസവും നിൽക്കുകയാണെങ്കിലും നമുക്കവിടെ താമസിക്കാൻ കഴിയും. അതുപോലെ മനുഷ്യനെ പറ്റി ആലോചിച്ചു. നിരന്തരമായി പലതരത്തിൽപ്പെട്ട ഈ സമൂഹത്തിൽ വന്നു ചേരുന്ന മാലിന്യങ്ങളും അഴുക്കുകളും ഒക്കെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ, അത് ബാഹ്യമായിട്ട് മാത്രമല്ല ആന്തരികമായിട്ട് ഹൃദയത്തിലും വന്നു ചേരുമ്പോൾ ആ അഴുക്കുകളെ മാറ്റാൻ സന്നദ്ധനല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവരെ സംബന്ധിച്ച് നമ്മൾ മൃഗങ്ങളെ പോലെ അല്ലെങ്കിൽ മൃഗീയമായ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
വളരെ മോശമായ രൂപത്തിലുള്ള ഒരു അവസ്ഥയായിരിക്കും അയാളുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പൊ ആ വൃത്തികേടുകളിൽ നിന്ന്, മാലിന്യങ്ങളിൽ നിന്ന് നമ്മെ മുക്തമാക്കാൻ വേണ്ടിയിട്ട് കാരുണ്യവാനായ റബ്ബ് നൽകിയ വല്ലാത്തൊരു അവസരമാണ് പരിശുദ്ധ റമദാൻ. അതിലെ 17 ദിനങ്ങളാണ് ഇപ്പോൾ നമ്മോട് വിട പറഞ്ഞു പോയത്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് അതിന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസങ്ങളിലേക്കാണ്. അപ്പോ ഒരു തുടക്കത്തിൽ തന്നെ റമദാന്റെ ആരംഭത്തിൽ ഒരുപക്ഷെ ഏറ്റവും സജീവമായിട്ട് കൂടുതൽ ആരാധനാ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ മുഷിഞ്ഞു തുടങ്ങിയ ഒരു സന്ദർഭമായിരിക്കും. അതിൽ ഉന്മേഷമൊക്കെ പോയി ഒരു ചടപ്പ്, ഒരു തരത്തിൽപ്പെട്ട അലസത ഒക്കെ കടന്നു വരാൻ സാധ്യത കൂടിയ ദിവസങ്ങളാണ്. പക്ഷെ ഈ 10 ദിവസത്തെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം, അവസാനത്തെ 10 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. റസൂൽ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫി ഗൈരി. സാധാരണ ദിവസങ്ങളിൽ ചെയ്യാത്ത അത്ര, മറ്റ് ദിനങ്ങളിൽ ഏർപ്പെടാത്ത, പരിശ്രമിക്കാത്ത അത്ര കടുത്ത പരിശ്രമം ഈ അൽ അഷ്റുൽ അവാഖിർ എന്ന് പറയാം, ഈ അവസാനത്തെ 10 ദിനങ്ങൾ, ഈ 10 റമദാനിന്റെ 10 അവസാനത്തെ 10 നാളുകളിൽ പ്രവാചകൻ വളരെ കൂടുതലായിട്ട് അധ്വാനിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. പ്രവാചകന്റെ ജീവിതചര്യ വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത് എന്നേക്കുമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്ത മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആണ് ഇത് പറയുന്നത്. അതുപോലെ മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റൽ അവാഖിർ ശദ്ദ മിഅ്സറ വഅഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു. ഈ അവസാനത്തെ 10 ദിവസങ്ങളായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില പ്രത്യേകമായ രീതിയിലാണ് ശദ്ദ മിഅ്സറ എന്ന് പറയുന്നത്. തന്റെ അരയുടുപ്പ് മുറുക്കി ഉടുക്കുക എന്ന് പറഞ്ഞാൽ തന്റെ നമ്മൾ സാധാരണ പറയാറ് അരയും തലയും മുറുക്ക് ഒരു കാര്യത്തിന് വേണ്ടി മെനക്കെടുക എന്നാണ്. അതുപോലെ ആവാം. അതല്ല, തന്റെ മറ്റ് ലൈംഗിക ബന്ധങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ അവസാനത്തെ 10 നാളുകൾ പൂർണ്ണമായിട്ടും അള്ളാഹുവിനോട് കൂടുതൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശദ്ദ മിഅ്സറഹു. അതുപോലെ അഹ്യ ലൈലഹു, ഇതിന്റെ രാവുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ അവസാനത്തെ 10 ദിവസങ്ങളിൽ ആ 10 രാത്രികൾ ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ആ രാത്രി അദ്ദേഹം സജീവമാക്കാൻ, അഹ്യ ജീവിപ്പിക്കുക, ലൈവാക്കി നിർത്തും എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലാതെ കൂടുതലായിട്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് സജീവമാക്കി നിലനിർത്തും. വഅയ്ഖള അഹ്ലഹു, അദ്ദേഹം മാത്രമല്ല തന്റെ കുടുംബത്തെ കൂടെ വിളിച്ചുണർത്തുകയാണ്. കാരണം അദ്ദേഹത്തെ മുമ്പിലുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വളരെ പ്രയാസകരമായ ഈ സാഹചര്യത്തിലൂടെ, അത്യധികം കടുത്ത പരിശ്രമത്തിലൂടെ അദ്ദേഹം ഈ ഒരു പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? വരാനിരിക്കുന്ന ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇടം നേടാൻ. അപ്പൊ അത് സ്വന്തം പോരല്ലോ. ഐഖൽ അഹ്ലഹു, തന്റെ കുടുംബത്തെ കൂടെ അദ്ദേഹം വിളിച്ചുണർത്തും. ഇത് പ്രവാചകന്റെ ചര്യയെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ ഈ 10 ദിവസങ്ങളിൽ, അവസാനത്തെ 10 നാളുകളിൽ കാരുണ്യവാനായ റബ്ബിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒട്ടേറെ ഇബാദത്തുകളിൽ വർദ്ധിപ്പിക്കുക എന്നാണ് നമുക്ക് പഠിപ്പിച്ചത്. ആ ഇബാദത്തുകളെ വെച്ച് പരിശോധിച്ച് നോക്കിയാൽ മാത്രമല്ല, ഇതിലൊരു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ എന്താണ് ഈ അവസാനത്തിൽ ഇത്ര പ്രാധാന്യം? അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവസാനം നോക്കിയിട്ടാണ്. ഉദാഹരണം ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ മനുഷ്യർ ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. നമ്മുടെ മരണത്തിന്റെ സന്ദർഭം അത് നമ്മൾ പ്രാർത്ഥിക്കാനുണ്ടല്ലോ, പടച്ചറബേ ഈമാനോടുകൂടെ മരിപ്പിക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഏറ്റവും നല്ല മരണം നൽകണേ നമ്മൾ പ്രാർത്ഥിക്കാൻ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്താളാണ്, പക്ഷെ അവസാന ഘട്ടത്തിൽ മാറിപ്പോയി, അല്ലാത്ത പ്രയാസമായിരിക്കും. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ ഇന്നമൽ അഅ്മാലു ബിഖവാതിമി, അമലുകളൊക്കെ തീരുമാനിക്കുന്നത്, അത് മൂല്യം കണക്കാക്കുന്നത് ബിഖവാതിമിഹ, അതിന്റെ പരിണതി അല്ലെങ്കിൽ അതിന്റെ പര്യവസാനം എങ്ങനെയാണ് എന്ന് നോക്കിയാണ് എന്ന് കാണും. അതുപോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒന്നാണ് അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലി വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ. പടച്ചറബേ, ഞങ്ങളുടെ ആഖിബത്ത് ഫി ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യങ്ങളിലും
അതിന്റെ പര്യവസാനം നീ നന്നാക്കി തീർക്കണം. അല്ലാഹുമ്മ അഹ്സിൻ, ഏറ്റവും നന്നാക്കി തീർക്കണം. ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അതിന്റെ പര്യവസാനം നന്നാക്കി തീർക്കണം. ഏതൊരു കാര്യം പെർഫെക്ഷൻ, അഹ്സിൻ അതിന്റെ എന്താണ് മനോഹാരിത. അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. മാത്രമല്ല അജിബ്ന മിൻ ഖിസി ദുനിയ, ഈ ദുനിയാവിലെ ഖിസി എന്ന് പറഞ്ഞാൽ നിന്ദ്യതയാണ്, അപമാനമാണ്. ദുനിയാവിലെല്ലാ നിന്ദ്യതകളിൽ നിന്ന്, അപമാനങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണം. വഅദാബിൽ ആഖിറ, പരലോകത്ത് വരാനിരിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ കാക്കണമെന്ന് പറയുന്ന ഒരു ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമാക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ. ആ പ്രാർത്ഥന ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കാര്യങ്ങളുടെ അവസാനം. അപ്പോ പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ ഈ നാളുകൾ ഏറ്റവും വൃത്തി, ഏറ്റവും പെർഫെക്ഷനുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു റമദാൻ ലഭിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-17 ദിവസമായി. ഒരുപക്ഷെ തുടക്കത്തിൽ ആദ്യത്തെ നാളുകളിലൊക്കെ വലിയ ആവേശത്തോടു കൂടിയായിരിക്കും നമ്മൾ ഖുർആനെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തീരുമാനമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഒരു ജുസ് എന്ന രൂപത്തിൽ ഞാൻ പാരായണം ചെയ്ത് ഈ 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കും ഖുർആൻ. അതുപോലെ തന്നെ എല്ലാ ദിവസവും നമസ്കാരങ്ങളൊക്കെ കൃത്യമായിട്ട് ജമാഅത്തായിട്ട് തന്നെ ഫർദ് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ പരിശ്രമിക്കും. എല്ലാ ദിവസത്തെയും രാത്രി നമസ്കാരം നഷ്ടപ്പെടാതെ നിരന്തരമായി അത് പുലർത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിന്റെ ആദ്യഘട്ടത്തിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരുപക്ഷെ അതിൽ നിന്നൊരു അലസത പിടിപെടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ അങ്ങനെ പിടിപെട്ടുപോയാൽ അവസാനം വരെ കൂടുതലായിട്ട് ഈ അലസത കൂടിക്കൊണ്ടിരിക്കുകയും അങ്ങനെ റമദാൻ അങ്ങോട്ട് കഴിയുകയും ചെയ്യും. പെരുന്നാളിന്റെ ആ സമയം പിന്നെ ഓർമ്മ വരിക. അപ്പോൾ സംഭവിക്കുക എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിശക്തമായ രൂപത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നത്, ഒരു റമദാൻ ലഭിച്ചിട്ട് അതിൽ മഗ്ഫിറത്ത് ലഭിക്കാതെ ഒരു മനുഷ്യൻ പോയാൽ, മഗ്ഫിറത്ത് കിട്ടാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ, അല്ലെങ്കിൽ റമദാൻ കിട്ടിയിട്ടും മഗ്ഫിറത്ത് ലഭിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ച് പറയുന്നത് റഹിമ നഫ്സു എന്നാണ്. അയാൾ നശിച്ചിരിക്കും. വേറെ ഹദീസിൽ കാണാം, അതിൽ നരകത്തിന്റെ അവകാശിയാണ്. ചില റമദാൻ കിട്ടിയിട്ട്, റമദാനെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്ന പോലെ കുറെ വിശേഷണങ്ങളുണ്ട്. അതിൽ നരകത്തിന്റെ കവാടങ്ങളൊക്കെ കുട്ടി അടക്കപ്പെട്ടതാണ്. നമ്മുടെ പാപമോചനം ഒട്ടേറെ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകുന്ന സന്ദർഭമാണ്. കുറെ ആളുകൾക്ക് നരകവിമുക്തി നൽകുന്ന സന്ദർഭമാണ്. സ്വർഗത്തിന്റെ കവാടങ്ങളെല്ലാം മലർക്കെ തുറക്കപ്പെട്ട സന്ദർഭങ്ങളാണ്. ചകുത്താന്റെ എല്ലാവിധ സ്വാധീനങ്ങളിൽ നിന്നും ആളുകൾ രക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ്. എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു മനുഷ്യൻ അത് ലഭിക്കാതെ പോയി എന്ന് പറഞ്ഞാൽ അവസ്ഥ ആലോചിച്ചു നോക്കും. അതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ആവാതിരിക്കാൻ കാരുണ്യവാനായ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരുണ്യവാനായ അള്ളാഹുവിന്റെ നമ്മോട് അങ്ങേയറ്റം സ്നേഹം വെച്ച് പുലർത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്, ഇതിന്റെ അവസാനം നിങ്ങൾ നഷ്ടപ്പെടും. ഈ അവസാനത്തെ 10 ദിനരാത്രങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അത് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിക്കണം. അങ്ങനെ റസൂൽ കാണിച്ചെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതൃക എന്താണെന്ന് ചോദിച്ചാൽ, ഈ അവസാനത്തെ 10 ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ ഇഴ്തികാഫ് ഇരിക്കാറ്. ഇഴ്തികാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ, അള്ളാഹുവിന്റെ ഭവനത്തിൽ അങ്ങനെ തന്നെ ഇരിക്കുക. പൂർണ്ണമായിട്ടും അള്ളാഹുവിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഭൗതികമായ പലതരത്തിൽപ്പെട്ട നെട്ടോട്ടങ്ങൾക്കിടയിൽ നമ്മുടെ ജോലി സംബന്ധമായി, കുടുംബ സംബന്ധമായി, അതുപോലെ വേറെ പലതരത്തിൽപ്പെട്ട സോഷ്യൽ വർക്കുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിൽപ്പെട്ട എൻഗേജ്മെന്റ്സിലായി അത് മാറിയിട്ട്, അതിനൊന്നും കൊണ്ട് മാറിയിട്ട്, മനസ്സൊന്നും കൊണ്ട് മാറ്റിയെടുത്തിട്ട് ഒന്ന് കൂടുതലായിട്ട് എൻ്റെ സ്രഷ്ടാവിന്റെ അടുത്തേക്ക് എന്നെ അടുപ്പിക്കാൻ, കൂടുതലായിട്ട് അള്ളാഹുലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം റസൂൽ കാണിച്ചു തരാണ്. റമദാനിന്റെ അവസാനത്തെ ഈ 10 ദിവസങ്ങൾ എഴുത്തിക്കാഫിരിക്കും. റസൂലിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമദാൻ 10 അയ്യാമിൻ വകാന അൽആമു അല്ലദീ ഖുബിള ഫീഹി അഅ്തകഫ 20 യൗം. റസൂൽ സാധാരണഗതിയിൽ 10 അയ്യാം, 10 ദിവസം എല്ലാ റമദാനിലും ഇഴ്തികാഫിരിക്കാറുണ്ട്. അദ്ദേഹം മരണപ്പെട്ട ആ വർഷം 20 ദിവസം ഇരുന്നിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഈ ഇഴ്തികാഫിലൂടെ ചെയ്യാൻ പറ്റുക? അപ്പൊ ഇഴ്തികാഫ് വളരെ മുഅക്കദായ ഒരു സുന്നത്താണ് പ്രവാചകൻ കാണിച്ചത്. അതിലൂടെ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ള മറ്റു കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട്. പക്ഷെ പുതിയ കാലത്ത് ആളുകൾക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ 10 ദിവസം കംപ്ലീറ്റ് മാറ്റി നിർത്തുക എന്നുള്ള പ്രയാസകരായിരിക്കും. പക്ഷെ ഇഴ്തികാഫിന് അങ്ങനെ തന്നെ ഇരുന്നാലേ ഇഴ്തികാഫ് ആവുന്നില്ല. ഇഴ്തികാഫിന് ഒരു 10 ദിവസം മാത്രം വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. എത്ര സമയമാണെങ്കിലും ആ ഒരു നിയത്തോടു കൂടെ പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ രാത്രിയുടെ ഒരു ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ പകലൊഴിവാക്കി പൂർണ്ണമായും രാത്രി കംപ്ലീറ്റ് ആവാം.
ഏത് രൂപത്തിലാണ് വെച്ചാൽ അത് ഒരു പള്ളിയിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പം നേടാൻ വേണ്ടി ഇരിക്കുക എന്നുള്ള. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും ആളുകൾ പുതിയ കാലത്ത് നമ്മൾ ലോകവുമായിട്ട് ഡിസ്കണക്ട് ചെയ്യപ്പെടുന്നില്ല. ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്ന് നമ്മളൊക്കെ എന്ത് ഒറ്റയ്ക്ക് ഇരുന്നാലും ശരി നമ്മുടെ കൂടെ ഉണ്ടാവും എല്ലാവരുമായുള്ള കണക്ഷൻ പല രൂപത്തിൽ. അപ്പൊ അതില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെ ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മുടെ റമദാനിൽ തന്നെ നമ്മൾ നോമ്പെടുക്കുമ്പോൾ തന്നെ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മല്ലം യദഅ ഖൗല സൂർ വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തഅമഹു വശറബഹു. നോമ്പെടുത്താൽ തന്നെ ആളുകളുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയാൽ നോമ്പായി എന്ന് ആരെയും വിചാരിക്കുക തെറ്റാണ്. കാരണം ഖൗല സൂർ, വൃത്തികെട്ട വാക്കുകൾ, കർമ്മങ്ങൾ ഒക്കെ ഒഴിവാക്കിയാൽ മാത്രമേ നോമ്പ് സ്വീകാര്യമാവൂ. അപ്പോ ആ വൃത്തികെട്ട കർമ്മങ്ങളും ഒക്കെ ഇപ്പൊ അങ്ങാടി പോയി പറയേണ്ടതില്ല. അതിന് ചിലപ്പോ നമ്മുടെ കമന്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഒരാള് വളരെ മോശമായ രൂപത്തിൽ കമന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട കണ്ടന്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ നോമ്പ് കൊണ്ട് കാര്യമല്ല. ഞാൻ പറഞ്ഞത് എഴുത്തിക്കാഫിന്റെ സന്ദർഭത്തിൽ പുതിയ കാലത്ത് കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടത്. എന്തിനാണ് എഴുത്തിക്കാഫ്? എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ സംഭവം എന്നെ വേറെ പലതിലുമാണ് കണക്റ്റഡ് ആണ്, ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ആ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് എനിക്ക് എൻ്റെ റബ്ബിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാനുള്ള ഒരു സന്ദർഭമാണ്. അതിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരു 7 വിഭാഗത്തെ സംബന്ധിച്ച്. ആ 7 വിഭാഗങ്ങൾ അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സബഅത്തുൻ യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു യുദില്ലുകുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. 7 വിഭാഗം. അള്ളാഹു അവർക്ക് പ്രത്യേകമായ തണൽ വിരിക്കും, ഷെയ്ഡ് കൊടുക്കും. എപ്പോ? യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അന്ന് വേറൊരു ഷെയ്ഡും ഇല്ല, അവിടെ വേറൊരു തണലൊന്നും ഇല്ല. അള്ളാഹുവിന്റെ തണലില്ലാതെ വേറൊരു തണലുമില്ലാത്ത നാളിൽ അള്ളാഹു തണൽ വിരിക്കുന്ന 7 വിഭാഗങ്ങളെ പറഞ്ഞു. അതിൽ ശ്രദ്ധേയമായ ഒരു കൂട്ടർ ആരാന്നറിയോ? റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാളത് ഐനാ. ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ, അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയാണ്. ദക്കറല്ലാഹ ഖാലിയ ഫഫാളത് ഐനാഹു. എന്നിട്ട് അങ്ങനെ ഓർത്ത് കരയുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിയുന്നു. പോലെ ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ ജോലി സംബന്ധമായ കുടുംബത്തിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പലതരത്തിൽപ്പെട്ട സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഓടി ചാടി പാഞ്ഞു നടക്കുന്നതിനിടയിൽ ഇങ്ങനെ ഒരു സമയം കിട്ടുക, അത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള, ഏറ്റവും അമൂല്യമായ ഒരു സമയമായിരിക്കും. ആ ആളുകളെ സംബന്ധിച്ചാ പറഞ്ഞ അവർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു കാത്തിരിക്കുന്നു. കുറച്ച് സമയമെങ്കിലും എന്റെ റബ്ബിനെ സംബന്ധിച്ച്. ആരാ ഈ റബ്ബ്? എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരാണ്. എന്റെ ഈ തിരക്കൊക്കെ എങ്ങനെ ഉണ്ടായത്? എന്റെ ഈ ജോലിയൊക്കെ എങ്ങനെയാണ്? അതുമായിട്ടാണ് ഞാനല്ലോ ഇങ്ങനെ ഓടി നടക്കുന്നത്. എന്റെ കുടുംബം, എന്റെ ജോലി, എന്റെ സാമൂഹികമായ മറ്റു പ്രവർത്തന ഇടപെടലൊക്കെ, ഇതൊക്കെ നിയന്ത്രിക്കുകയും ഇതിനൊക്കെ ആവശ്യമായ സൗകര്യം ചെയ്യുന്ന ആരാണ്? അള്ളാഹുവാണ്. ഞാൻ എൻ്റെ ശരീരത്തിൽ, ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നാവ് എൻ്റെതല്ലത്, ഞാൻ ഉണ്ടാക്കിയതല്ല, ഞാൻ വാങ്ങിച്ചതല്ല. ആ നാവ് റഹ്മാന റബ്ബ് എനിക്ക് നൽകിയതാണ്. ഓശാരമായിട്ട് എന്ന് പറഞ്ഞാൽ ഔദാര്യമായിട്ട്, ഫ്രീ ആയിട്ട് നൽകിയതാണ്. ഈ നാവ് എന്നോട് ഇപ്പൊ ചോദിക്കുകയാണ്, ആരോ ചോദിക്കുകയാണ്, നാവ് മുറിച്ച് നൽകുമോ? 1 കോടി രൂപ നൽകാം എന്ന് പറഞ്ഞാൽ ആര് സമ്മതിക്കാനാണ്? നാവ് തരില്ല. ആരെങ്കിലും സമ്മതിക്കും? എത്ര കോടി വിലയിട്ടാലും ശരി, നമ്മുടെ ഏതെങ്കിലും ഒരു അവയവം കൊടുക്കാൻ നമ്മൾ സന്നദ്ധരാകും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സന്നദ്ധരാവില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് അത്രക്കും നമ്മെ സംബന്ധിച്ച് ആവശ്യമായ വസ്തുവാണ്, വിലയിടാൻ കഴിയാത്തതാണ്, അമൂല്യമാണ്. എത്ര കോടി എന്ന് പറയാൻ കഴിയും. അതൊക്കെ നമുക്ക് നൽകിയ റഹ്മാനായ റബ്ബിനെ സംബന്ധിച്ച് ഒരല്പനേരം മാറിയിരുന്ന് ചിന്തിക്കുവാൻ, പ്രപഞ്ചനാഥ് എനിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സൗകര്യങ്ങളാണ് നൽകിയിരിക്കുന്നത് ഈ ദുനിയാവിൽ. മാത്രമല്ല അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന ആഖിറത്തിനെ സംബന്ധിച്ച് ആലോചിക്കുവാൻ, ആ ആഖിറത്തിൽ നേരിടാനിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ചോ ശിക്ഷയെ സംബന്ധിച്ചോ ഓർത്ത് കരയുവാനൊക്കെയുള്ള ഒരു നല്ല സമയമാണ് ഇഴ്തികാഫിന്റെ സന്ദർഭം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അല്പസമയമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തണമെന്നാണ് പ്രവാചകന്റെ സുന്നത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാന്റെ ഈ അവസാനത്തെ 10 നാളുകളിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. ഈ 10 നാളുകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ലൈലത്തുൽ ഖദ്ർ ആണ്. നേരത്തെ ഇവിടെ ഖിറാഅത്ത് സൂചിപ്പിച്ചു അല്ലെ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. പറഞ്ഞു, അത് വിശുദ്ധ ഖുർആൻ അവതീർണമായ
കാരുണ്യവാനായ റബ്ബ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, ഖദറിന്റെ രാത്രിയിലാണ്, ലൈലത്തുൽ ഖദറിന്റെ അന്നാണ് നാം ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. എന്താണ് അതെന്ന് നിനക്കറിയുമോ? മാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. അതിന്റെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ, 1000 മാസങ്ങളെക്കാൾ ഖൈർ, ഉത്തമമാണ് അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഹദീസിൽ കാണാം, ദീർഘമായ ഒരു ഹദീസിൽ ഒരു വാക്കാണ് ഫീഹി ലൈല. ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയുടെ പ്രത്യേകത ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരൊറ്റ രാത്രി. ഒരു രാത്രി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മണിക്കൂറുകളാണ്. ആ മണിക്കൂറിന്റെ മേന്മ പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുന്നത് അൽഫ് ഷഹർ, ഖൈറും മിൻ അൽഫി ഷഹർ. ഒരു മാസമല്ല, 1000 മാസം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആയുസ്സിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഏകദേശം 83 വർഷത്തോളം ഉണ്ടാവും. അപ്പൊ അത്രയും കാലം, അത്രയും ദൈർഘ്യമേറിയ ഒരു കാലത്തേക്കാൾ ഉത്തമമായ ഒരൊറ്റ രാത്രി ഇതിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഇത്ര ഒരു കാര്യം അള്ളാഹു തന്നെ അതിന്റെ വിലയിട്ട് പറഞ്ഞുതരാം. അങ്ങനെയുള്ള അമൂല്യമായ ഒരു രാത്രി ഉണ്ട് എന്ന് പറഞ്ഞ ദിവസങ്ങളാണ് വരാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുണ്ടായി, ഫൽതമിസൂഹ ഫിൽ ആശിരിൽ അവാഖിർ ഫിൽ വത്ർ, നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ഫിൽ അശ്രിൽ അവാഖിർ, ഏറ്റവും അവസാനത്തെ 10 നാളിൽ, ഫിൽ വത്ർ, ഒറ്റപ്പെട്ട നാളുകൾ, ഒറ്റപ്പെട്ട രാത്രികളിൽ എന്ന് പറയുണ്ടായി. അപ്പോ അതില് ഏറ്റവും അധികം മാത്രമല്ല, ആയിഷ തന്നെ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഇതിൽ ഞാൻ ചോദിക്കേണ്ടത്? ലൈലത്തുൽ ഖദറിന്റെ സന്ദർഭത്തിൽ ഈ രാത്രി പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്താ പറയേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഒരു വാക്ക് ആവർത്തിക്കുകയാണ്, അഫൂ എന്നാണ് ആ വാക്ക്. അഫൂ എന്ന് പറഞ്ഞാൽ മാപ്പാണ്, എന്ന് പറഞ്ഞാൽ എനിക്ക് മാപ്പ് നൽകണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ, നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണ്. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണം എന്ന് പറഞ്ഞ പ്രാർത്ഥന. വളരെ ചെറിയ പ്രാർത്ഥനയാണ്, നമ്മളെല്ലാവരും ആവർത്തിച്ചത് പഠിക്കുകയും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. റസൂൽ പഠിപ്പിച്ചതാണ്. എന്താ അത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ, പടച്ചറബേ നീ ഏറെ മാപ്പ് നൽകുന്നവനാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹു അഫൂ ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്, ഇല്ലെങ്കിൽ എന്നോ പിടിക്കപ്പെട്ടു. കാരണം അത്രക്കും വലിയ തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും റഹ്മാൻ റബ്ബ് തന്നതാണ്. ഒരു കഴിവും എന്റെ കഴിവ് കൊണ്ട് ഞാൻ നേടിയെടുത്തതല്ല. എന്നിലുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും ഞാൻ അനുഭവിക്കുന്നത് എന്റെ കാരുണ്യവാനായ റബ്ബ് എനിക്ക് നൽകിയതാണ്. ആ നൽകിയ കഴിവുകളൊക്കെ നൽകിയ റബ്ബ് ഒരു 5 നേരത്തെ നമസ്കാരം നിർബന്ധമായിട്ട് നിർവഹിക്കണമെന്ന് പറഞ്ഞിട്ട് ഏത് ഭാഗത്തു നിന്നാന്ന് വിചാരിക്കാതെ നോക്കാതെ അതിനെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ. പിടിക്കൂല പഠിച്ചവനാണെങ്കിൽ. പക്ഷെ പുറത്തു കൊടുക്കുക, സാരമില്ല. അതുപോലെ തന്നെ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞു ഹറാമാക്കിയ കാര്യങ്ങൾ, കാണരുത് എന്ന് പറഞ്ഞ, പറയരുത് എന്ന് പറഞ്ഞ, നോക്കരുത് എന്ന് പറഞ്ഞ, കുടിക്കരുത് എന്ന് പറഞ്ഞ ഹറാമാക്കിയ കുറച്ച് കാര്യങ്ങൾ, അരുത് എന്ന് പറഞ്ഞ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ചിലപ്പോൾ താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ വലിയ തെറ്റല്ലേ ചെയ്യുന്നത്? പക്ഷെ അള്ളാഹു പറയാണ് പുറത്ത്. ആ അള്ളാഹുവിന്റെ അഫൂ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹുമ്മ ഇന്നക അഫൂൻ എന്ന് പറഞ്ഞാൽ ഏറെ പുറത്ത്, ഏറ്റവും അധികം മാപ്പ് നൽകുക. മാത്രമല്ല തുഹിബ്ബുൽ അഫ്വ, ഓക്കെ, വിട്ടുവീഴ്ച നൽകുക അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്ന് പറയുന്നത് നിനക്കേറെ ഇഷ്ടമാണല്ലോ. അള്ളാഹുവിനോട് പറയാം നമ്മൾ പ്രാർത്ഥനയെ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ, ഇഷ്ടമാണ് നിനക്ക് എന്ത് മാപ്പ് നൽകുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് മാപ്പ് നൽകുന്നുണ്ട്, ഞാൻ വേറെ ആൾക്ക് മാപ്പ് നൽകുന്നതിന് അള്ളാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഫഅഫു അന്നി, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ, എന്നോട് വിട്ടുവീഴ്ച കാണിക്കണമേ അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുക. കാരണം എന്താന്ന് അത്രക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ മനുഷ്യരായ നമ്മളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഈ പിന്നെ പ്രാർത്ഥനയുമായി തട്ടിച്ചു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്കറിയാവുന്ന പോലെ നമ്മോട് ചിലപ്പോൾ നമ്മുടെ കീഴിൽ അല്ലെ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ആശ്രിതരായി കഴിയുന്ന കുറെ ആളുകൾ അല്ലെ, അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന നമ്മുടെ പിന്നെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ആളുകൾ, അവരുടെ അടുത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയാണ് അവരോടുള്ള പെരുമാറ്റം? വിട്ടുവീഴ്ച കാണിക്കാറുണ്ടോ? വളരെ കർശനമായിട്ട് എന്നോട് അങ്ങനെ ചെയ്തുകൊണ്ട് ഞാൻ വിട്ടുകൊടുക്കൂല എന്നാണ് പറയാറ്. ഈ സന്ദർഭവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്
സൂറത്തു നൂറിൽ ഒരു സംഭവമുണ്ട്, വലാ യഖ്തലി ഉലുൽ ഫദ്ലി മിൻകും എന്ന് പറഞ്ഞ ഒരു സംഗതി പറയും. ചില അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രിയാണ് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ. അവര് പ്രവാചക പത്നിയാണ്, നമ്മുടെ മാതാവാണ്, ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ആയിഷ റളിയല്ലാഹു അൻഹ. അവരെ സംബന്ധിച്ച് തീർത്തും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നു. അങ്ങനെ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആരോപണം തെറ്റായ ആരോപണം, വ്യഭിചാരാരോപണം. ആ വ്യഭിചാരാരോപണം ചിലപ്പോ ഒരാൾക്കാർ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ട് പറയാൻ തുടങ്ങി പലരും. ആ കേട്ട് പറഞ്ഞവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു മിസ്തഹ് ബിൻ ഉസാസ എന്ന് പറയും. അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആശ്രിതനാണ്. അദ്ദേഹത്തിന്റെ ചെലവിലാണ് അദ്ദേഹം കഴിയുന്നത്. അങ്ങനെയുള്ള മിസ്തഹ് ആരെ പറ്റിയിട്ടാണ്? അബൂബക്കറിന്റെ മകളായ പ്രവാചകന്റെ പത്നിയായ ആയിഷയെ സംബന്ധിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നത് കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് അറിഞ്ഞപ്പോ, ആയിഷയുടെ നിരപരാധിത്വമൊക്കെ വ്യക്തമാക്കപ്പെട്ടപ്പോ ഒരു പ്രതിജ്ഞ എടുത്തു, ഇനി മേലില് മിസ്തഹിന് ഇവിടുന്ന് ഭക്ഷണമല്ല. ഇയാദി തെറ്റാണോ ചെയ്തത്? സ്വന്തം മകളെ സംബന്ധിച്ച് വളരെ അപവാദം പറഞ്ഞ മിസ്തഹിന് ഇനി ഭക്ഷണമല്ല. അള്ളാഹു തിരുത്തുകയാണ്, വലാ യഖ്തലി ഉലുൽ ഫദ്ലി മിൻകും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഫദ്ല്, അള്ളാഹു ഔദാര്യം ചെയ്ത ആളുകൾ ഇങ്ങനെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കരുത്. പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ പാടില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. ഒരു ചോദ്യ, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഈ ചോദ്യം കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തെന്നറിയോ? മിസ്തഹിനെ വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യം എല്ലാം കൂടുതലായിട്ട് കൊടുക്കാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്, പടച്ചറബിന്റെ പൊറുക്കലാണ്. അതുകൊണ്ട് ഞാനിത് അവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്ത് തെറ്റ് ചെയ്താലും, ഇവരൊക്കെ ചെയ്തിട്ടുണ്ട് ശരിയാണ്, മകളോട് ചെയ്താലും എന്നോട് ചെയ്താലും ഒക്കെ എന്ത് ചെയ്താലും ഞാൻ പൊറുക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ കൂടുതലായിട്ട് കാണാൻ പറ്റും. അപ്പോ ആളുകളോട് പൊറുക്കുക, മറ്റാളുകളുടെ അടുത്ത് സംഭവിക്കുന്ന അബദ്ധങ്ങൾ അത് വിട്ടുവീഴ്ച ചെയ്യുക, ചിലതിനൊക്കെ നെഗ്ലക്ട് ചെയ്യുക, അത് പിന്നെ മറന്നു, അത് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്ന് വെക്കുക, അല്ലെങ്കിൽ അതിന്റെ പേരിൽ പ്രതികാര നടപടി എടുക്കാതിരിക്കുക, അതൊക്കെ അതിൽ വരും. അതൊക്കെ ചെയ്യുക എന്നുള്ള അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് പടച്ചോനെ എന്നോട് പ്രതികാരം സ്വീകരിക്കരുത്, കാരണം അത്രയധികം തെറ്റുകൾ സംഭവിച്ചു പോയ എന്നോട് നീ പ്രതികാര നടപടി സ്വീകരിക്കരുതേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ പിന്നെ മാത്രമല്ല, ഈ ഒരു 10 ദിവസങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇസ്തിഗ്ഫാറിന്റെ നാളുകളാണ്. അള്ളാഹുവിനോട് കൂടുതലായിട്ട് തൗബ ചെയ്യുവാനുള്ള, പശ്ചാത്തപിച്ച് മടങ്ങുവാനുള്ള ശ്രമം. എന്താ പശ്ചാത്താപം? തൗബ. നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ തന്നെ പലതരത്തിൽപ്പെട്ട അബദ്ധങ്ങൾ സംഭവിക്കും, പല രൂപത്തിൽ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിലപ്പോൾ കാരുണ്യവാന റബ്ബ് ചെയ്യരുത് എന്ന് പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി പറയും. ചിലപ്പോൾ വേറെ വ്യക്തികളുമായിട്ടുള്ള അവകാശങ്ങളിൽ ലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലംഘനങ്ങൾ തിരുത്തി ആളോട് പറയണം, നിന്റെ ഇത്ര സംഖ്യ എന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അത് തിരിച്ചു തരാൻ എനിക്ക് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ അവകാശം കൊടുത്തതിന് ശേഷം കാരുണ്യവാനായ റബ്ബിനോട് പ്രാർത്ഥിക്കും. തൗബ, പടച്ചറബേ എന്റെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നീ അത് പുറത്തു തരണം, ഇനിമേൽ എന്റെ അടുത്തുനിന്ന് അത് ആവർത്തിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന തൗബയുടെ ദിവസങ്ങളാണ്. കാരുണ്യവാനായ റബ്ബ് സത്യവിശ്വാസികളെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഇവര് വബിൽ അസ്ഹാർ, സുഹൂർ നമുക്കറിയാം അല്ലെ, അത്താഴത്തിന്റെ വേളയാണ്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, വളരെ കൂടുതലായിട്ട് ഇവർ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ പടച്ചറബിനോട് പൊറുക്കലിനെ തേടുന്നു. തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഉന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു പറയാണ്, സത്യവിശ്വാസികളുടെ കാരുണ്യവാനായ റബ്ബിന്റെ അടിമകളുടെ ഗുണമായിട്ട് പറയുകയാണ്, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ, അവരുടെ പാർശ്വങ്ങൾ, അവരുടെ ശരീരഭാഗങ്ങൾ ഇങ്ങനെ അടർന്നുകൊണ്ട് പോരും, കിടക്കാൻ കഴിയില്ല. അനിൽ മവാജിഇ, കിടപ്പറകളിൽ നിന്ന്, അവരുടെ ശയ്യകളിൽ നിന്ന് അടർന്നു മാറും. യദ്ഉന റബ്ബഹും ഖൗഫൻ വതമഅ, എന്താ അവർ ചെയ്യുക? തങ്ങളുടെ റബ്ബിനോട് ഖൗഫോടുകൂടെ, ഭയത്തോടുകൂടെ, ഏറെ പ്രതീക്ഷയോടുകൂടെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഖൗഫൻ വതമഅ. ഇതാണ് സത്യവിശ്വാസികളുടെ ഗുണമായിട്ട് പറയുന്നത്. യബീതൂന ലി റബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് വേറെ സ്ഥലത്ത് കാണാം.
ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന്റെ ദാസന്മാരെ സംബന്ധിച്ച് പറയുന്നത് യബീതൂന ലി റബ്ബിഹിം, അവർ രാത്രി കഴിച്ചു കൂട്ടി എങ്ങനെയാ? സുജ്ജദൻ വ ഖിയാമ, സുജൂദ് ചെയ്തിട്ടും ഖിയാമ് നിന്നും ദീർഘമായിട്ട് ഖിയാമുല്ലി രാത്രി നമസ്കാരം നിർവഹിച്ചിട്ടും ഒക്കെ അവർ കഴിച്ചു കൂട്ടും. ഇതിന്റെ നാളുകളാണ്. നമ്മൾ ആലോചിക്കണം, ഈ ദിവസങ്ങൾ നഷ്ടപ്പെടുത്താതെ ഈ രാത്രികൾ അതിന്റെ ഏറ്റവും പെർഫെക്ഷനോടുകൂടെ, ഏറ്റവും നല്ല ഇഹ്സാനോടുകൂടെ, ഏറ്റവും ഭംഗിയായിട്ട് അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ പ്ലാൻ ചെയ്യണം, നിർബന്ധമാണ്. ഇല്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ആയുസ് പരിമിതമാണ്. ഏത് സമയത്താണ് കാരുണ്യവാന റബ്ബ് നമ്മെ തിരിച്ചു വിളിക്കാൻ നമുക്ക് ആർക്കും പറയാൻ കഴിയും. എവിടെ വെച്ചായിരിക്കും, എപ്പോഴാണ്? ഇതിന് പ്രായമൊന്നും നമ്മളല്ലല്ലോ കണക്കാക്കുന്നത്, റഹ്മാൻ റബ്ബാണ്. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരനല്ലേ, നല്ല യൗവനത്തിലാണല്ലോ, എനിക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് ആരും വിചാരിക്കും. ഇനിയും സമയമുണ്ട് എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. ഇതാണ് അവസാനത്തെ സമയം എന്ന് വിചാരിച്ചിട്ട് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാൻ ഇത് തന്നെ ആയിരിക്കും, ഇത് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത് എന്നുള്ള ബോധത്തോടു കൂടെ ഈ റമദാനിനെ പരമാവധി ഉപയോഗിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അത് പ്രത്യേകിച്ചും ഇതിന്റെ ഇനിയുള്ള ദിനരാത്രങ്ങൾ, അത് അവസാനത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു കാരണവശാലും വിട്ടുവീഴ്ച ഉണ്ടാവരുത്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ എത്രമാത്രമാണോ എൻ്റെ റബ്ബിനോട് കൂടുതലായിട്ട് അടുക്കാൻ കഴിയുക, എഴുത്തിക്കാഫിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഖുർആൻ പാരായണത്തിലൂടെയും അതിന്റെ പഠനത്തിലൂടെയൊക്കെ കൂടുതലായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. കാരണം വേറെ കുറെ കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, പിടിച്ചു വലിക്കുക പല രൂപത്തിൽ. പ്രത്യേകിച്ചും നമ്മുടെ ഡിജിറ്റൽ ആയിട്ടുള്ള കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഇങ്ങനെ പോയി പോവാണ്. എന്തോ ഒരു യുദ്ധവാർത്ത നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ എടുത്തിട്ടുണ്ടാവുക, പക്ഷെ അതിലൂടെ വേറെ പലതിലേക്ക് നമ്മൾ നീങ്ങി പോവാണ്. കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ, സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ റമദാൻ അങ്ങോട്ട് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ആസൂത്രിതമായിട്ട് നന്നായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഒരിക്കലും എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള ബോധത്തോടുകൂടെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പരമാവധി പടച്ചറബിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇഴ്തികാഫിന്റെ സന്ദർഭങ്ങളുടെ ഉപയോഗപ്പെടുത്തണം, ദുആക്ക് വേണ്ടിയിട്ട് ധാരാളമായിട്ട് സമയം കണ്ടെത്തണം. നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിനെ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് പടച്ചറബിനെ ഓർത്ത് കരയുക. വേറെ അള്ളാഹു എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, എനിക്ക് തന്ന, അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ച്, എനിക്ക് പിന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്തു വെച്ചിരിക്കുന്ന സ്വർഗത്തെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഓർത്ത് കരയുക ഒക്കെ ചെയ്യാനുള്ള സന്ദർഭമാണ്. അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആനുമായിട്ട് നല്ലൊരു ആത്മബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ ബന്ധം എന്താന്ന് വെച്ചാൽ, ഖുർആൻ നമ്മുടെ ഒരു മനസ്സിന്റെ സമാധാനമായിട്ട് നമുക്ക് മാറണം. അങ്ങനെ മാറാറില്ല പലപ്പോഴും. ഖുർആൻ നമ്മൾ ഓതി ചിലപ്പോൾ നിൽക്കും, ആ ഓതുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ ചിലപ്പോൾ ആളുകൾക്ക് വല്ലാത്ത മുഷിപ്പ് അനുഭവപ്പെടുന്നതായി കാണാം. പലരും പരാതി പറയാറുണ്ട്, ഖുർആൻ എടുക്കുമ്പോഴേക്ക് ഉറക്കം വരുന്നു, അല്ലെങ്കിൽ രാത്രി നമസ്കാരത്തിൽ ഉറങ്ങിപ്പോകുന്നു എന്നൊക്കെ സംഭവിക്കുന്നത് അതിനോട് താല്പര്യമില്ലാത്ത പോലെ തോന്നുക. അത് മാറ്റിയെടുക്കണം. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പടച്ചറബിനോട് പ്രാർത്ഥിക്കണം. പടച്ചറബെ, ഖുർആനെ അങ്ങനെയല്ല എൻ്റെ കണ്ണിന്റെ കുളിർമയായി, അത് വായിക്കുന്നതും അത് കാണുന്നതും എനിക്കൊരു സന്തോഷമായി, അത് എൻ്റെ ഹൃദയത്തിന്റെ ഒരു വസന്തമായി, അത് എൻ്റെ എല്ലാവിധ അസ്വസ്ഥതകൾക്കുമുള്ള ഒരു ശിഫ, ഒരു ശമനമായിട്ട് മാറ്റണം. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നത്. ഖുർആൻ നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഒരു മൗഇലത്ത്, ഒരു സദുപദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, മനസ്സുകളിലുള്ള രോഗങ്ങൾക്കുള്ള ശിഫയാണ്, സത്യവിശ്വാസികൾക്ക് ഹുദയാണ്, റഹ്മത്താണ് എന്നൊക്കെ അള്ളാഹു പറയുന്നു. അങ്ങനെ ആക്കി തീർക്കണം ഖുർആൻ. അങ്ങനെ ആണോ എനിക്കിപ്പോ ഖുർആൻ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുന്നത് നല്ലതാണ്. ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അത് മോശമായ രൂപത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അത്ര ഒരു അറ്റാച്ച്മെന്റ് ഖുർആനുമായിട്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ആക്കി തീർക്കണം. അങ്ങനെയല്ല, ഖുർആൻ എടുക്കുമ്പോൾ തന്നെ എനിക്ക് സമാധാനമാണ് കിട്ടുക. അങ്ങനെ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഖുർആൻ എടുത്താൽ മാത്രം സമാധാനം കിട്ടില്ല. പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ എന്താണ് ഈ ആയത്തിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധരാകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല, നന്നായിട്ട് പലതരത്തിൽപ്പെട്ട കഴിവുകൾ നമുക്ക് എല്ലാവർക്കും അല്ലാഹു നൽകിയിട്ടുണ്ട്, ഒട്ടേറെ കഴിവ്. ആ കഴിവ് നൽകിയിട്ട് പലതരത്തിൽപ്പെട്ട ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖല, ഏറ്റവും ഉന്നതമായ നിലവാരങ്ങളിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല നമ്മുടെ ജോലി സംബന്ധമായിട്ടൊക്കെ ഏറ്റവും ഉന്നതമായ ഒരു നിലയിൽ നമ്മൾ എത്തിയിട്ടുണ്ടാവും. പക്ഷേ പരിശുദ്ധ ഖുർആന്റെ ആശയം ഗ്രഹിക്കുന്നിടത്ത്, മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ എവിടെയാണ് ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ്. അതൊരു മാറ്റം നമ്മൾ വരുത്തിയേ തീരും.
ഖുർആനുമായി ഈ റമദാൻ നമ്മൾ തീരുമാനം എടുക്കുക, ഈ അവസാനത്തെ 10 പ്രത്യേകിച്ച്. എന്നിട്ട് നിരന്തരമായിട്ട് ഖുർആന്റെ പഠനത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഖുർആൻ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ സമയത്തിനനുസരിച്ച് കുറച്ച് സമയം നിർബന്ധമായിട്ട് ഈ വിശുദ്ധ ഖുർആന്റെ ആശയം ഗ്രഹിക്കുമെന്ന് ഞാൻ സന്നദ്ധനാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ സമയം കണ്ടെത്തി തീർച്ചയായിട്ടും വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല, നമുക്ക് വലിയ കരുത്ത് പകരുന്ന, നമ്മുടെ ഹൃദയങ്ങളെ ബാധിച്ചിരിക്കുന്ന പലതരത്തിൽപ്പെട്ട രോഗങ്ങളുണ്ട്, ഇടുക്കങ്ങൾ, അതിനൊക്കെ മാറ്റിയിട്ട് വിശാലത നൽകുന്നു. അതിലെ അസൂയയും അതുപോലെ തന്നെ കിബിർ, അഹങ്കാരവും, പിന്നെ ലുബ്ധും, അങ്ങനെ പലതരത്തിൽപ്പെട്ട വൃത്തികേടുകളുണ്ട്. ആ ദുർവികാരങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല സമാധാനമുള്ള, ആളുകളോടൊക്കെ പുഞ്ചിരിച്ച് പെരുമാറാൻ കഴിയുന്ന, കെട്ടിക്കുടുക്കുകളില്ലാത്ത, അസൂയയില്ലാത്ത, അഹങ്കാരമില്ലാത്ത നല്ലൊരു മനസ്സ് നമുക്ക് സമ്മാനിക്കും പരിശുദ്ധ ഖുർആൻ. എങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ അതിന്റെ ആശയങ്ങൾ ഗ്രഹിക്കുന്നു. അതാണ് ഷിഫാഉൽ ലിമാ ഫി സുദൂർ, അവരുടെ മനസ്സുകളിലുള്ള എല്ലാ രോഗങ്ങൾക്കുള്ള ശമനമാണ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഖുർആനെ സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും അമൂല്യമായ, മൂല്യം കണക്കാക്കാൻ കഴിയാത്ത ദിനരാത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഇഹ്സാനോടുകൂടെ അതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ട് നമുക്കും നമ്മുടെ കുടുംബത്തിനും പടച്ചറബിന്റെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. കാരുണ്യവാനായ റബ്ബേ, നിങ്ങൾ സംഭവിച്ചു പോയ ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നിന്റെ കാരുണ്യം കൊണ്ട് പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വിശിഷ്ടമായ സന്ദർഭങ്ങളിലാണ് ഞങ്ങളുള്ളത്. അള്ളാഹുവേ, അതിന്റെ എല്ലാ നന്മകളും നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, ഒരു റമദാൻ ലഭിച്ചിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാത്ത, അതുപോലെ തന്നെ നരകവിമുക്തി ലഭിക്കാത്ത ആളുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് സന്തോഷപൂർവ്വം നാളെ നിന്റെ മുമ്പിൽ ഹാജരാവും. വലത് കൈയിൽ ആ ഗ്രന്ഥം ഏറ്റുവാങ്ങി ഹാ മുഖ്റഉ കിതാബിയ, എന്റെ ഗ്രന്ഥമിത, എന്റെ കർമ്മപുസ്തകമിത എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ പടച്ചറബെ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുവേ, അസ്ഹാബുൽ ഷിമാലിൽ ഇടത് കൈയിൽ ഗ്രന്ഥം കെട്ടിയേൽപ്പിക്കപ്പെടുന്ന വിഭാഗമുണ്ട്. അത്തരക്കാരിൽ നിന്ന് ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. ലോകത്ത് വളരെ ഭീതിതമായ ഒരു അവസ്ഥ സംജാതമായി കൊണ്ടിരിക്കുന്നത്, ഈ യുദ്ധത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ, സത്യവും നീതിയും ധർമ്മവും ഒക്കെ നിലനിർത്തുന്ന നല്ല സത്യസന്ധരായ നേതാക്കളെയും ഭരണാധികാരികളെയും നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ റബ്ബേ. അതിക്രമത്തിന്റെയും അഴിമതിയുടെയും അധർമ്മത്തിന്റെയും വംശീയതയുടെ ഒക്കെ വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകൾക്കും നീ മോചനം നൽകണമേ റബ്ബേ. അള്ളാഹുവെ, വിശുദ്ധ റമദാനിന്റെ ഓരോ രാത്രിയിലും ധാരാളക്കണക്കിന് ആളുകൾക്ക് നീ നരകവിമുക്തി നൽകുന്നുണ്ട്. ആ നരകവിമുക്തി ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ, ഞങ്ങളുടെ ഇണകളുടെ, ഞങ്ങളുടെ മക്കളുടെ, മാതാപിതാക്കളുടെ, സഹോദരി സഹോദരന്മാരുടെ ഒക്കെ കൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹ്. അള്ളാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെയും നരകാഗ്നിയിലേക്ക് നീ വലിച്ചെറിയരുത് റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. جزاك الله خيرا സുബാൻ സാഹിബ്. ഒരുപാട് ടേക്ക് അവേസ് ഉള്ള പ്രഭാഷണമായിരുന്നു. താങ്ക് യു വെരി മച്ച്. പ്രത്യേകിച്ച് സമറൈസ് ചെയ്യുന്നില്ല. ഇനി നമുക്കൊരു Q&A സെഷൻ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിസിപ്പൻസിന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സുബാൻ സാഹിബിനോട് ചോദിക്കും. അവസാനം 2-3 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ സുബാൻ സാഹിബിനോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറയും. അങ്ങനെയാണ് അതിൻ്റെ Q&A സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വെളിച്ചം നർച്ചർ ലൈഫ്സ് എന്ന ചാരിറ്റി ഡ്രൈവുമായി ബന്ധപ്പെട്ട് ഒരല്പം വിശദീകരിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ പുണ്യത്തെ പറ്റി. അത് നമ്മളോട് പ്രത്യേകിച്ച് ആരും ഓർമ്മപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും മിമ്മാ റസഖ്നാക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ ധനത്തിൽ നിന്നാണ് നിങ്ങളോട് ചെലവഴിക്കാൻ അള്ളാഹു പറയുന്നത്.
നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നമ്മൾ ഭേദപ്പെട്ട മെച്ചപ്പെട്ട അവസ്ഥയിലാണ് നമ്മളിൽ അധിക പേരും. പ്രയാസങ്ങൾ ഉണ്ടാവുന്നവരുണ്ടാവും, പക്ഷെ അധിക പേരും മെച്ചപ്പെട്ട അവസ്ഥയിലാണ് ഈ പ്രഭാഷണം ശ്രവിക്കുന്നവരെങ്കിലും. അപ്പൊ നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് മാത്രമല്ല, നമ്മുടെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് കൂടിയാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്നും ചെലവഴിക്കുന്നത് ഒരിക്കലും നമ്മുടെ ധനത്തെ കുറക്കുകയല്ല കൂട്ടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുക എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും നല്ലപോലെ അറിയുന്ന ഉറച്ച ബോധ്യമുള്ള കാര്യമാണ്. അപ്പം അതൊന്നും കൂടി ഓർമ്മിപ്പിക്കാനാണ് ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അള്ളാഹു ഖുറാനിൽ പറഞ്ഞത് നമ്മൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ധനം പിന്നെ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ പറ്റി അള്ളാഹു പറഞ്ഞ് കമസലി ഹബ്ബത്തിൻ അമ്പത്തത്ത് സബഅ സനാബില ഫി കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ. ഒരു ധാന്യം അതിന് പിന്നെ 7 ചില്ലകൾ വിടർന്ന് ആ ഓരോ ചില്ലയിലും 100 വീതം ധാന്യങ്ങൾ മുളച്ചാൽ എത്രത്തോളം പുണ്യം ഉണ്ടാവും, അത്രത്തോളം പുണ്യം. ഒന്നിൽ നിന്ന് ഒരു ആക്ട് ഓഫ് ചാരിറ്റിയിൽ നിന്നും 700 ടൈംസ് ആയിട്ട് അത് വികസിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു രത്നച്ചുരുക്കം. ആക്ച്വലി നമ്മൾ ഈ നഴ്ചർ ലൈഫ്സ് എന്ന ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു പതിറ്റാണ്ടോളമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നിർധനർക്കും ഭിന്നശേഷി ഉള്ള ആളുകൾക്കും വിധവകൾക്കും അനാഥർക്കും ഒക്കെ ആയിട്ട് വലിയ സഹായങ്ങൾ എത്തിക്കാൻ ഈ പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. 2025 മാത്രം നമ്മൾ 12 പ്രൊജക്ടുകളിലായിട്ട് 250-ൽ പരം ആളുകൾക്ക് നമ്മൾ സഹായം എത്തിച്ചിട്ടുണ്ട്. 2 അനാഥ കുടുംബങ്ങളുടെ പുനരധിവാസം നമ്മൾ സാധിച്ചിട്ടുണ്ട്. അതുപോലെ 65 അനാഥ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം എത്തിക്കാൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ഒട്ടനവധി ഡിസബിലിറ്റി അനുഭവിക്കുന്ന ആളുകൾ, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നീ സർവ്വ മേഖലകളിലും നമ്മൾ സഹായം എത്തിക്കാൻ നമുക്ക് ഈ വർഷം 2025 സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും നമ്മുടെ ഈ പരിശ്രമങ്ങളുടെ ഭാഗമാകണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുകയാണ്. റമദാനാണ് നമ്മളുടെ ഈ ഡ്രൈവിന്റെ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സന്ദർഭം. $300 അല്ലെങ്കിൽ 360 കനേഡിയൻ ഡോളേഴ്സ് ആണ് ഒരു വ്യക്തിയെ സ്പോൺസർ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സംഖ്യ. അതിലേക്ക് ഒരു വ്യക്തിയെങ്കിലും സ്പോൺസർ ചെയ്യാൻ എല്ലാവരോടും അവരവരുടെ കഴിയുന്ന ഇതനുസരിച്ച് സ്പോൺസർ ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കടക്കാണ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് സൈഡിലുള്ള ചാറ്റ് ബോക്സിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. നമുക്ക് ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ അതിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് ഞാൻ വായിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സുബാൻ സാബ് ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ അതിന് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വായിച്ചതിന് ശേഷം നിങ്ങൾ അതിന് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ ഇംഗ്ലീഷിൽ ആണ് വായിക്കുന്നത്. ഇനി മാറ്റണം എന്നുണ്ടെങ്കിൽ മലയാളത്തിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ശേഷം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുള്ളത്, അപ്പൊ അതുപോലെ തന്നെ പറയാം. സോറി, നിങ്ങൾ പറഞ്ഞ കേട്ടില്ല. വായിച്ചോളൂ, മനസ്സിലായിട്ടില്ല ഞാൻ ചോദിക്കാം. Okay. If a person escapes hellfire this Ramadan, is it possible for him to enter it again before the next Ramadan? Is there going to be a significant change in me if my Ramadan is accepted? മാറ്റങ്ങളില്ലെങ്കിൽ റമദാൻ സ്വീകരിക്കപ്പെടുമെന്നല്ലേ ഉദ്ദേശിച്ചത്? അതായത് പിന്നെ എന്റെ ഞാൻ മനസ്സിലാക്കിയ പ്രകാരം ഈ റമദാനില് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പിന്നെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ is it possible for him to enter it again before next Ramadan? വീണ്ടും നരകത്തിലേക്ക് അടുത്ത പിന്നെ റമദാനിന്റെ മുമ്പ് എത്തിപ്പെടാൻ സാധ്യത ഉണ്ടോന്നായിരിക്കും ചോദിച്ചതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നു. എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ചേഞ്ച് ഇൻ മീ ഇഫ് മൈ റമദാൻ ഇസ് അക്സെപ്റ്റഡ്, ലൈക്ക് എന്റെ റമദാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും വലിയ മാറ്റം സ്വന്തം ആയിട്ട് മനസ്സിലാവോ എന്നുള്ളതാണ് എന്നറിയില്ല. ആ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തിയാൽ അത് ചോദിക്കാം. അപ്പോ അദ്ദേഹം ചോദിച്ചത് എങ്ങനെയാണെങ്കിൽ പറഞ്ഞാല് ഈ റമദാനിലൂടെ ഒരാൾ സ്വർഗത്തിന് അവകാശിയായി മാറി, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോ എന്നിട്ട് അത് വീണ്ടും മാലിന്യങ്ങൾ വരാതിരുന്ന, ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു കൂടുന്ന കുറെ വൃത്തികേടുകൾ ഉണ്ടാവും. അള്ളാഹു അരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുക. ആ മാലിന്യങ്ങൾ വരാതിരുന്നാൽ അത് സേഫായിട്ട് ആൾക്ക് നിൽക്കും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പടച്ചറബേ സ്വർഗം എനിക്ക് നൽകണം, സ്വർഗം നൽകണം, അതുപോലെ എൻ്റെ എല്ലാ പാപങ്ങളും പുറത്തിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടി. പക്ഷെ പിന്നീട് ആ വൃത്തികേടുകളിലേക്ക് അയാൾ മടങ്ങാതെ നല്ലൊരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗാവകാശിയാണ്. അള്ളാഹു അത്തരക്കാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. Jazakallah. Another question.
what are some family-friendly practices to make these nights spiritually meaningful for everyone? Can you mention some from your experience? എന്ത് ചെയ്യാൻ പറ്റുന്നല്ലേ ഫാമിലിക്ക്? ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രാക്ടീസ്, എന്തെങ്കിലും നമുക്കായിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ ആക്ടിവിറ്റീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ രാത്രികളൊക്കെ ധന്യമാക്കാൻ ഉള്ള അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. ഓക്കെ, തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. അതിലെന്താന്ന് വെച്ചാൽ, ഒന്ന് ഫാമിലിനെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് പിന്നെ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾക്ക് സ്വയം ഒന്ന് ആലോചിക്കാം. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ മരണം, ഇപ്പോൾ ഞാൻ ഇന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതുപോലെ നാളെ നമുക്ക് സ്വർഗത്തിൽ എല്ലാവർക്കും ഒരുമിച്ച് സമ്മേളിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമുക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ എല്ലാവരും ഒരുമിച്ചിരുന്നുകൊണ്ട് വായിക്കും. അപ്പോൾ ഉപ്പ വായിക്കുന്നു, അതുപോലെ തന്നെ ഉമ്മ വായിക്കുന്നു, മക്കൾ കേൾക്കുന്നു, മക്കൾ വായിക്കുന്നു, ഉപ്പ കേൾക്കുന്നു, ഇങ്ങനെയുള്ള ഉണ്ടല്ലോ. ഖുർആനൊക്കെ ഒരു ഫാമിലി സർക്കിളിലൂടെ ഖുർആൻ വായിച്ച് കേൾക്കുന്ന ഒരു രീതി. അപ്പോൾ കൂടുതലായിട്ട് ദീനീയായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥ വീട്ടിൽ സംജാതമാക്കിയത് വലിയ മാറ്റം ഉണ്ടാവും. കാരണം കുട്ടി ഉപ്പയിലൂടെയും ഉമ്മയിലൂടെയും സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും കുട്ടി അറിയുമ്പോൾ കൂടുതലായിട്ട് അത് മദ്രസയിൽ നിന്നോ വേറെ ഏതെങ്കിലും അധ്യാപകർ പഠിപ്പിക്കുന്ന വ്യത്യസ്തമായിട്ട് ഇതൊരു റിയാലിറ്റിയാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധം കുട്ടികൾക്ക് ഉണ്ടാവുക. അത് ഏറ്റവും ആദ്യമായിട്ട് പാരന്റ്സിന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോഴാണ്. അങ്ങനെ ഒരു സാഹചര്യം ഒരു സർക്കിള് നമ്മുടെ വീടുകളിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. Jazakallah. Very question. Can a person with spiritually distracted heart still benefit from the blessings of i'tikaf? I just like to sit in the masjid. Yeah. അതായത് പിന്നെ സ്പിരിച്വലി പിന്നെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇത്തിക്കാഫിന്റെ അനുഗ്രഹം എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഇത്തിക്കാഫിൽ ഇരിക്കും നമ്മൾ ഡിസ്ട്രാക്ഷൻസ് നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്, കൂടുതലായിട്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അറിവിന്റെ പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. പക്ഷെ നമുക്ക് എന്തറിയാം? നമുക്ക് എന്റെ സൃഷ്ടാവിനെ പറ്റി, എന്റെ റബ്ബിനെ പറ്റി അറിയാലോ. ആ റബ്ബിനെ സംബന്ധിച്ച് ആലോചിക്കുക, എനിക്ക് കിട്ടിയ ഒട്ടേറെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ എനിക്ക് ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, മരണത്തിനെ സംബന്ധിച്ചൊക്കെ പറയുക, അതൊക്കെയാണ്. അത് മറ്റ് ഡിസ്ട്രാക്ഷൻ ഞാൻ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറെ തരത്തിൽ ഇതിൽ നിന്ന് മാറ്റിയിട്ട്, ഈ ചിന്തയിൽ നിന്ന് മാറ്റിയിട്ട് ഭൗതികമായ മറ്റ് ഈ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട, ഫിസിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട വേറെ ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പലജാതി കാര്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് മാറിയിരിക്കുക. ഉദാഹരണത്തിന് ഒരാൾ ഈ എഴുത്തിക്കാഫിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് മൊബൈൽ ഫോൺ എടുത്തിട്ട് അയാളുടെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എന്തെങ്കിലും അങ്ങനെ ആവുമ്പോൾ നമുക്കത് കാര്യമില്ല. കൂടുതലായിട്ട് ഇതിലേക്ക് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് എഴുത്തിക്കാഫ് നമ്മൾ എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ജസാക്കല്ലാ. ഈ ക്വസ്റ്റ്യന് ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. Is it better to perform fewer acts of worship with full concentration or more acts with less focus? ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ഫോക്കസോട് കൂടി ചെയ്യുന്നതാണോ അതോ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഫോക്കസോട് കൂടി ചെയ്യുന്നതാണോ? കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ഫോക്കസോട് ചെയ്യുന്നതാണ് നല്ലത്. നല്ല ചോദ്യമാണ്. കുറച്ച് കാര്യം കുറേ ചെയ്യണ്ട, കുറേ അധികം വേണ്ട, പക്ഷെ ചെയ്യുന്ന കാര്യം ഏറ്റവും ഫോക്കസോട് കൂടി ചെയ്യുക. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. Another question. If someone's duas have not been answered for years, how should they approach these nights differently? ഇതൊരു അതായത് കുറെ കാലമായിട്ട് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് ആണ് അറ്റ്ലീസ്റ്റ് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ദിനരാത്രങ്ങളെ സമീപിക്കേണ്ടതെന്നാണ് ചോദ്യം. കുറെ കാലമായിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല അല്ലെ എന്നുള്ള രൂപത്തിലൊരു ചിന്താഗതി വന്നതായിരിക്കും ചിലപ്പോൾ. ചിന്താഗതി വന്നത്, അതെ. ഓക്കെ. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകരുത്. കാരണം വെച്ചാൽ ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ പടച്ചറബ് ഒരാളെ മടക്കൂല, അങ്ങനെ തന്നെ പറയുന്നു. അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചോ, അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനെയും അള്ളാഹു വെറുതെ, പ്രാർത്ഥനയുടെ നിബന്ധനമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹലാലായ രൂപത്തിലുള്ള സാധനമാണ് കഴിക്കുന്നത്. അന്യരുടെ ഭക്ഷണമൊന്നും നമ്മുടെ ഇതിൽ കലർന്നിട്ടില്ല. ഹലാലായ രൂപത്തിലുള്ള സാധനം കഴിച്ചുകൊണ്ട് പടച്ചറബിന്റെ ഒരു നന്മക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, എനിക്കിപ്പോ ഇന്നത് കാര്യം കിട്ടണം എന്ന് പറഞ്ഞ് ഈ സമയത്ത് തന്നെ കിട്ടണം ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അള്ളാഹു വിചാരിക്കുന്നതോ ഈ സമയത്ത് കിട്ടുന്നതല്ലടോ നിനക്ക് നല്ലത്, കുറച്ച് മാറ്റി വെച്ചിട്ടാണ് പടച്ചവൻ വിചാരിക്കുന്നുണ്ടോ. അതുകൊണ്ടായിരിക്കും ഈ സമയത്ത് കിട്ടാത്തത് പിന്നീട് ഒരു സമയത്തേക്ക് നൽകാൻ വേണ്ടി അള്ളാഹു മാറ്റി വെക്കുന്നതായിരിക്കും. നമുക്കറിയില്ല. ശരിക്കും ഞാൻ ചോദിക്കുന്ന കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മനസ്സിൽ ഇതാണ് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അത് ഇപ്പോ തന്നാല്
നിനക്ക് ഇങ്ങനെ ഒരു അപകടം വരാനുണ്ട് എന്നുള്ളൊരു കാര്യം മറുവശത്ത് ഉണ്ടാവാം. അത് കൂടുതൽ അറിയാതിരിക്കാം അള്ളാഹുവിനല്ലേ. അതുകൊണ്ട് അള്ളാഹു തരാതിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരിക്കലും നിർത്തരുത്, നിരാശരാകരുത്. പ്രാർത്ഥന തുടരണം. കാരണം ആ പ്രാർത്ഥനക്ക് 3 രൂപത്തിൽ അള്ളാഹു ഉത്തരം നൽകുന്നു. ഒന്നുകിൽ അയാൾ ചോദിക്കുന്ന കാര്യം അങ്ങനെ തന്നെ കൊടുക്കുന്ന രൂപത്തിലുണ്ടാവാം. അതല്ലെങ്കിൽ അത് നമ്മൾ ചോദിക്കുന്നതിലൂടെ വേറെ ഏതെങ്കിലും അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കുന്നുണ്ടോ. ഈ പ്രാർത്ഥന ഈ കാര്യം കിട്ടിയിട്ടില്ല, പക്ഷെ വേറെ പലതരത്തിൽപ്പെട്ട ആപത്തുകളിൽ നിന്ന്, ആക്സിഡന്റുകളിൽ നിന്ന്, വേറെ എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ചിലപ്പോ ഇത് പരലോകത്ത് വലിയൊരു പ്രാർത്ഥന എന്ന് പറയുന്നത് തന്നെ ഒരു ഇബാദത്താണ്, ഒരു പ്രതിഫലാർഹമായ കാര്യമാണ്. അത് നിരാശ പാടില്ല, ഒരിക്കലും പാടില്ല. അതുപോലെ തന്നെ തിരക്ക് കൂട്ടുകയും ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ പറയേ ചെയ്യരുത്. കാലം നമുക്കേ ഉള്ളൂ, അള്ളാഹുവിന്റെ അടുത്ത് വേറെ കാലമുണ്ട്. അള്ളാഹുവിന്റെ അടുത്താണ് സമയം. അള്ളാഹു വേറെ സമയം ഇപ്പൊ ആയിട്ടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. നിനക്ക് തരേണ്ട സമയത്ത് തരുന്നു, നമ്മൾ കേൾക്കുന്നില്ല മാത്രം. അതുകൊണ്ട് പ്രാർത്ഥന തുടരണം. തീർച്ചയായിട്ടും റഹ്മാൻ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചെയ്തു. കാരണം ഇതൊക്കെ തന്നത് അള്ളാഹുവാണ്. ആ തന്ന അള്ളാഹുവിന് നമ്മൾ ചോദിച്ച ഏത് ചോദ്യവും നടപ്പാക്കാൻ കഴിവുള്ളവർ. ജസാക്കല്ലാഹ്. നേരത്തെ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. സോ what I mean is if I end up sinning after Ramadan, does it mean that I was not chosen from the people who entered Jannah after this Ramadan? ഈ റമദാൻ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ തെറ്റുകളിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് എന്ന് വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾക്ക് ഈ റമദാനിൽ പിന്നെ സ്വർഗത്തിന് അർഹരായിട്ടുള്ള ആളുകളിൽ ഞാൻ ഉൾപ്പെട്ടിട്ടില്ലേ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നല്ല രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ തന്നെയാണ്. അള്ളാഹു അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പിന്നീട് തെറ്റ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ വീണ്ടും പശ്ചാത്തപിക്കാം. തെറ്റ് ഞാൻ അതിൽ പെട്ടില്ലല്ലോ എന്ന് വിചാരിക്കല്ല വേണ്ടത്. സ്വാഭാവികമാണ്, മനുഷ്യരല്ലേ. കുല്ലു ബനി ആദമിൻ ഖത്താഉൻ, എല്ലാവരും സംഭവിക്കും. ഈ റമദാനോട് ഒക്കെ നേരായി നിന്നത് നേരാക്കി തരും, ഒക്കെ ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഒരു അഴുക്ക് പറ്റിപ്പോയതാ. അപ്പൊ അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിക്കണം. നമുക്ക് ആ പ്രാർത്ഥന നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അള്ളാഹു ആ സ്വർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തെറ്റുകൾ അള്ളാഹു കൊടുത്ത് യാതൊരു സംശയവും. ഒരു വൺ മോർ ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ എടുക്കാം. ലേഡീസിന് പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതാണോ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണോ കൂടുതൽ നല്ലത്? അവർക്ക് പിന്നെ അവരുടെ അവസ്ഥ പോലെ ചെയ്യാൻ അവർക്ക് തോന്നുകയാണ് പള്ളിയിൽ പോയിട്ടാണ് നിസ്കരിക്കുകയാണ് കൂടുതൽ നല്ലത് എന്ന് അവർക്ക് തോന്നിയാൽ. അല്ലാതെ കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയാൽ നിർബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവർക്ക് തോന്നുകയാണ് കുറച്ചുകൂടി ഖിറാത്തൊക്കെ നല്ലത് പള്ളിയിൽ പോയിട്ട് ഇമാമിന്റെ കൂടെ നിൽക്കുമ്പോഴെങ്കിൽ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടുന്നത് എന്ന് തോന്നുന്നത് അങ്ങനെ ചെയ്യണം. അതല്ല വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ നല്ലതെന്ന് വെച്ചാൽ അവൾ ചെയ്യാം. അല്ലാതെ ഇന്നതാണെന്ന് ഞാൻ പറയുന്നില്ല, അവർക്ക് തീരുമാനിക്കാം. ജസാക്കല്ലാഹ്. എന്നാൽ നമുക്ക് ഈ സെഷൻ ഇതോടുകൂടി അവസാനിപ്പിക്കാം. ഓൾമോസ്റ്റ് ഓൺ ടൈം. ജസാക്കല്ലാഹ് സുബ്ഹാൻ സാഹിബ്. താങ്ക് യു ഫോർ ദി ലെസൺസ്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന കാര്യങ്ങൾ എളുപ്പം നമ്മുടെ പിന്നെ പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം പ്രഭാഷണത്തിൽ അവതരിപ്പിച്ചത്. ഖുർആനുമായിട്ടുള്ള ബന്ധം വളർത്താനും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് അതിന്റെ പുണ്യങ്ങളൊക്കെ കവർന്നെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാൻ സാഹിബ്, നിങ്ങളൊന്ന് ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. വേറെ ഇതൊന്നുമില്ല, ലാസ്റ്റ് അല്ലേ? അതെ, ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കാം. അപ്പോ പിന്നെ നമ്മളോട് തുടങ്ങിയത് ഇവിടെ ദിവസമൊക്കെ മാറി. 7-ാം തീയതി തുടങ്ങിയത് 8-ാം തീയതി ആയി. ക്രിക്കറ്റ് ഈ സമയത്ത് രാത്രി നമ്മളാരും കാണുന്നവരുമില്ല. എവിടേക്കോ ദൂരെ, എത്രയോ ദൂരമുള്ള ഭൂമിയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലുള്ള ആൾക്കാരെ നമ്മൾ. പക്ഷേ പടച്ചറബ് നമ്മളെ ഒരു കാര്യം കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ പാശം കൊണ്ട്, ഒരു ഹബിലും മിനല്ലാഹ്, അള്ളാഹുവിന്റെ ഒറ്റ പാശം കൊണ്ട് നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും കണക്ട് ചെയ്തിട്ടുണ്ട്. പടച്ചറബ് അത് ഈ ദുനിയാവിലും പരലോകത്ത് സ്വർഗത്തിൽ നമ്മളൊക്കെ ഒരുമിച്ച് കണക്ട് ചെയ്യുമാറാവട്ടെ. മാത്രമല്ല റഹ്മാൻ റബ്ബ് ഈ വിശുദ്ധ റമദാനിൽ പ്രത്യേകമായ ഉത്തരം ലഭിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരം ലഭിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. റഹ്മാൻ റബ്ബെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ റബ്ബെ. ഈ റമദാനിൽ ഞങ്ങൾ ചെയ്തു വെച്ച കുറേയധികം അമലുകൾ, ഞങ്ങളുടെ നമസ്കാരങ്ങൾ, സ്വതക്കകൾ, അതുപോലെ സകാത്ത്, അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ഞങ്ങൾ സ്വീകരിക്കണമേ റബ്ബെ. ഞങ്ങളുടെ വീഴ്ചകൾ, കുറേ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, ഒക്കെ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബെ. റഹ്മാൻ റബ്ബെ, പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബെ.
ഖുർആൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. ഖുർആൻ എതിരായി ശുപാർശ പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഖുർആൻ ലഭിച്ചിട്ടും അതിനെ ഒരു തരത്തിലും പരിഗണിക്കാതെ പൂർണ്ണമായി അവഗണിച്ച് തള്ളിയവരാണ് റഹ്മാൻ റബ്ബേ. ആ വിഭാഗത്തിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹുവെ, നിന്റെ മുമ്പിൽ ഹാജരാവുന്ന വേളയിൽ സന്തോഷത്തോടുകൂടെ സ്വർഗത്തിൽ സമ്മേളിക്കാൻ, കുടുംബസമേതം സ്വർഗത്തിൽ സമ്മേളിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റബ്ബേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും ഉണ്ടാവും. നമ്മുടെ ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ പലരും നാട്ടിലൊക്കെ ഉണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ പൂർണ്ണമായും ശിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. നല്ല ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് റഹ്മാൻ റബ്ബേ ഞങ്ങളൊക്കെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങൾക്ക് നീ ആയുസ് നിശ്ചയിച്ചിടത്തോളം കാലം ഞങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടെ നിനക്ക് ഇബാദത്ത് ചെയ്തു നല്ല അടിയാറുകളായി ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഹലാലായ രൂപത്തിൽ സമ്പാദിക്കുവാനും ഹലാലായ രൂപത്തിൽ അത് ചെലവഴിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഹറാമുകളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹു, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്നൊക്കെ നല്ല കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സ്വാലിഹുകളായ സന്താനങ്ങൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ്. അള്ളാഹു, ഈ ദീനിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃക കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ദീനിന്റെ ഇസ്സത്തിന് കോട്ടം തട്ടുന്ന എല്ലാ പ്രവർത്തികളിലും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ കുറെ ആളുകളുണ്ട്. അത് അള്ളാഹുവെ, ഞങ്ങൾ പലരുടെയും മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഇണകൾ, മക്കൾ പലരുണ്ട്. റഹ്മാൻ റബ്ബേ, അവരുടെയൊക്കെ ബർസഖിയായ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അള്ളാഹ്. ഈ ദുനിയാവിൽ അവരൊക്കെ ചെയ്തു വെച്ച സൽക്കർമ്മങ്ങൾക്ക് വലിയ പ്രതിഫലം നൽകി അവരെ നീ സന്തോഷിപ്പിക്കണമേ അള്ളാഹ്. ഈ ദുനിയാവിൽ അവർ സംഭവിച്ച വീഴ്ചകളും അവരുടെ തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം നീ കാരുണ്യവാനാണ്, പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. റഹ്മാൻ റബ്ബേ, നിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ ആവശ്യമായ കഴിവും ആരോഗ്യവും വിജ്ഞാനവും എല്ലാം ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണമേ റബ്ബേ. പടച്ചറബേ, ലോകം വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിലൊക്കെയുള്ള നമ്മുടെ സഹോദരങ്ങൾ വല്ലാതെ ഭീതിയിലാണ്, പ്രയാസത്തിലാണ്. റഹ്മാൻ റബ്ബേ, ആ പ്രയാസങ്ങളിൽ നിന്ന്, ഭയത്തിന്റെ അവസ്ഥകളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണമേ നാഥ. ലോകത്ത് സമാധാനം നിലനിൽക്കുന്ന, സമാധാനം പുലരുന്ന ഒരു ലോകത്ത്, നീതി പുലരുന്ന ഒരു ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. പടച്ചറബേ, അനീതിയുടെയും നിരന്തരമായ അക്രമത്തിന്റെയും തെമ്മാടിത്തരത്തിന്റെയും എല്ലാ തരത്തിൽപ്പെട്ട നേതാക്കളിൽ നിന്നും ഞങ്ങളുടെ എല്ലാ രാജ്യങ്ങളെയും നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ. അള്ളാഹു, ഈ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا اغفر لنا ذنوبنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ജസാക്കല്ലാഹു സുബ്ഹാൻ സാഹിബ്, ഒരുപാട് ലേറ്റ് ആയി നിങ്ങൾക്ക് എന്നറിയാം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ സർവീസ്. And also thanks everybody for joining. Next week we'll continue with another session as Ramadan bids farewell by Farhana Shajinas. Inshallah. Until then, ma'as salama.